ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ശക്തമായ യുദ്ധം നടന്നത് ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുൻപ് കാൽവറിയിലാണ്. ദൈവപുത്രനായ യേശുക്രിസ്തു മാനവകുലത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു യുദ്ധമുഖത്ത് നിൽക്കുകയാണ്. യേശുവിൻ്റെ പോരിൻ്റെ ആയുധങ്ങൾ ജഡീയങ്ങളായിരുന്നില്ല. വാളും കുന്തവും യേശു എടുത്തില്ല. യേശുവിൻ്റെ യുദ്ധം ഇരുളിൻ്റെ ശക്തികളോടായിരുന്നു. ആ യുദ്ധത്തിൻ്റെ ആയുധങ്ങൾ താഴ്മയും സൗമ്യതയും സ്നേഹവും ക്ഷമയുമായിരുന്നു. അറുക്കുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ, രോമം കത്തിരിക്കുന്നവിടെ നടുവിൽ മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെ, തന്നെ പരിഹസിക്കുന്ന, പഴിക്കുന്ന, ദുഷിക്കുന്ന, നിന്ദിക്കുന്നവരുടെ നടുവിൽ യേശു മിണ്ടാതെ തലകുനിച്ചു നിന്നുകൊടുത്തു. അവൻ്റെ പുറം ഉഴവു ചാലുകൾ പോലെയാണ് അവർ കീറിയത്. തലയിൽ ഒരു മുൾക്കിരീടം വെച്ചു കൊടുത്തു. മുഖത്ത് മുഷ്ടി ചുരുട്ടി കുത്തി തുപ്പി അവൻ്റെ അങ്കിക്കായി അവർ ചീട്ടിട്ടു. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ കണ്ണുകെട്ടി അവർ തല്ലി. നിന്നെ തല്ലിയതാരെന്ന് പ്രവചിക്കാൻ പറഞ്ഞു. ആ മൃഗീയമായ പീഡനങ്ങൾക്കൊടുവിൽ 3 ആണികളിൽ മരക്കുരിശിൽ യേശു തൂങ്ങി കിടക്കുകയാണ്. യുദ്ധം അവസാനിക്കുന്ന കാഴ്ച ദയനീയമാണ്. എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ന് പറഞ്ഞ് ഉറക്കെ നിലവിളിച്ച് പ്രാണനെ വിടുകയാണ്. നിങ്ങൾ അങ്ങനെ ഒരു യുദ്ധം കണ്ടിട്ടുണ്ടോ? വാളും കുന്തവും എടുക്കാതെ താഴ്മയും സൗമ്യതയും സ്നേഹവും ക്ഷമയും കൊണ്ട് ഒരു മനുഷ്യൻ യുദ്ധം ചെയ്യുകയാണ്. ദൈവപുത്രനായ യേശുക്രിസ്തു. പ്രിയപ്പെട്ടവരെ, യുദ്ധം അവസാനിക്കുമ്പോൾ യേശു മരിച്ചു. എല്ലാവരും ചിന്തിച്ചത് യേശു പരാജയപ്പെട്ടു എന്നാണ്. നോ, യുദ്ധം തുടങ്ങിയത് യേശുവാണ്. യുദ്ധം തുടങ്ങിയത് ജയിക്കാൻ വേണ്ടിയാണ്, ജയിക്കാൻ വേണ്ടി മാത്രമാണ്. ഇന്ന് പകൽ ഈ വചനം കേൾക്കുന്ന നിങ്ങൾ യുദ്ധമുഖത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ യുദ്ധം ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ കേട്ടുകൊള്ളുക, ഈ യുദ്ധം ജയിക്കാൻ വേണ്ടി മാത്രമാണ്. നമുക്കറിയാം, നമ്മുടെ യുദ്ധങ്ങൾ മുഴുവൻ ഇരുളിൻ്റെ ശക്തികളോടാണ്. വിശുദ്ധിക്ക് വേണ്ടി, സത്യത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടിയൊക്കെ പോരാടുമ്പോൾ നമുക്കെതിരെ പോരാടുന്ന അന്ധകാരത്തിൻ്റെ ശക്തികളുടെ നടുവിൽ നാം യുദ്ധം ചെയ്യുകയാണ്. യുദ്ധം യേശു ചെയ്ത് ജയിക്കാൻ വേണ്ടി മാത്രമാണ്. ജയിക്കുന്നില്ലെങ്കിൽ പിന്നെ തോൽവിയാണ്. നോ, യേശു വന്നത് ജയിക്കാൻ വേണ്ടി മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ യുദ്ധം ചെയ്യുന്നുണ്ടെങ്കിൽ ഈ യുദ്ധം ജയിക്കാൻ വേണ്ടി മാത്രമാണ്. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്നും വാഗ്ദത്ത കനാനിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഒരു വഴിയാത്രയിൽ അമാലേക്ക് എന്ന് പറയുന്ന ഒരു ശക്തി അവരോട് യുദ്ധം ചെയ്തു. ആ ശക്തി അവരോട് യുദ്ധം ചെയ്യുമ്പോൾ അവരെ നയിക്കുവാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട, നിയോഗിക്കപ്പെട്ട ദൈവത്തിൻ്റെ അഭിഷിക്തനായ മോശെ കുന്നിൻ മുകളിൽ ദൈവം കൊടുത്ത അധികാരത്തിൻ്റെ വടിയുമേന്തിക്കൊണ്ട് കൈ ഉയർത്തി നിൽക്കുകയാണ്. മോശെ കൈ ഉയർത്തി നിൽക്കുമ്പോൾ ഇസ്രായേൽ ജയിക്കും. മോശയുടെ കൈ താഴുമ്പോൾ അമാലേക്ക് ജയിക്കും. പ്രിയപ്പെട്ടവരെ, അമാലേക്ക് ജയിച്ചാൽ ഇസ്രായേൽ പരാജയമാണ്. പരാജയം എന്ന് പറഞ്ഞാൽ മരണമാണ്. ഇത് തീക്കളിയാണ്. ജയിക്കാൻ വേണ്ടി മാത്രമാണ് നാം യുദ്ധം ചെയ്യുന്നത്. മോശയുടെ കൈക്ക് ഭാരം വന്നു എന്ന് കണ്ടപ്പോൾ അഹരോനും ഹൂരും ഇരുവശത്തു നിന്ന് താങ്ങുകയാണ്. നിങ്ങൾ തിരുവെഴുത്ത് വായിക്കണം.
പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൽ ആ കാഴ്ച കാണാം. ആ യുദ്ധം ജയിക്കാൻ വേണ്ടി മാത്രമായിരുന്നു. ആ യുദ്ധം അവസാനിക്കുമ്പോൾ അമാലേക്യർ പരാജയപ്പെട്ടിരുന്നു. യഹോവ നിസി എന്ന് പറഞ്ഞുകൊണ്ടൊരു ജയത്തിൻ്റെ കൊടി നാട്ടിക്കൊണ്ടാണ് അവർ മുൻപോട്ട് ചുവടുവെച്ചത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ ഭാരപ്പെടുത്തുന്ന, തളർത്തുന്ന ഏതെങ്കിലും വിഷയത്തിന് നടുവിൽ നിങ്ങൾ പ്രാർത്ഥനയിൽ പോരാടുന്നുണ്ടെങ്കിൽ ഈ പോരാട്ടം ജയിക്കാൻ വേണ്ടി മാത്രമാണെന്നറിഞ്ഞുകൊള്ളുക. തോറ്റുകൊടുത്താൽ അത് അവസാനമാണ്. ശത്രു നമ്മെ കീഴ്പ്പെടുത്തി കളയും. അത് അവസാനമാണ്. തോൽക്കുകയില്ല. തോൽക്കാൻ വേണ്ടിയല്ല യുദ്ധം ആരംഭിച്ചത്, മനുഷ്യരോടല്ല. ഇത് അന്ധകാര ശക്തികളോടാണ്. സത്യത്തിന് വേണ്ടിയുള്ള പോരാട്ടം. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ ദൈവം വിളിച്ചത് ജയിക്കാൻ വേണ്ടി മാത്രമാണ്. പോരാടുക, യുദ്ധം ചെയ്യുക, നല്ല ഭടനായി വിശ്വസ്തയോടെ യുദ്ധം ചെയ്യുക. ജയത്തിൻ്റെ കൊടി നാട്ടുന്ന സമയങ്ങൾ അതിവിദൂരമല്ല. വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.